കേരള രാഷ്ട്രീയത്തിൽ പടലപ്പിണക്കങ്ങളും കുത്തിത്തിരിപ്പുകളും പുതിയ കാര്യമല്ല. പക്ഷെ തന്നെ തകർക്കാൻ വന്നവർക്ക് കൃത്യമായ മറുപടി നൽകി അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സത്യത്തിനൊപ്പം നിന്നതോടെയാണ് അടൂർ സ്വദേശിനിയായ ശ്രീനാദേവി എന്ന പേര് കേരളം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അന്ന് CPI നേതാവായിരുന്ന ശ്രീനാദേവിക്ക് ആ നിലപാടിന്റെ പേരിൽ പാർട്ടിയുടെ പടി ഇറങ്ങേണ്ടി വന്നു. എന്നാൽ തോറ്റു പിന്മാറുന്നതിന് പകരം കോൺഗ്രസ് പിന്തുണയോടെ അതേ വാർഡിൽ മത്സരിച്ച് വിജയിച്ച് അവർ തിരിച്ചടിച്ചു. ഇതോടെയാണ് ശ്രീനാദേവിയെ എങ്ങനെയെങ്കിലും അയോഗ്യയാക്കാൻ ഇടതുപക്ഷം പുതിയ നീക്കങ്ങൾ നടത്തിയത്. പത്തനംതിട്ട ജില്ലയിൽ താമസക്കാരി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരാനാവില്ല എന്ന നിയമം ആയുധമാക്കി അവർ പരാതി നൽകി. ശ്രീനാദേവി കൊല്ലം സ്വദേശിനിയാണെന്നും പത്തനംതിട്ടയിൽ വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കിയാണ് താമസിക്കുന്നതെന്നും കാട്ടി CPIക്കാർ രംഗത്തെത്തി. ഇതിനായി ശ്രീനാദേവിയുടെ അമ്മാവന്റെ 3 ആൺമക്കളെ സ്വാധീനിച്ച് അവർക്കെതിരെ പരാതി കൊടുപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് റദ്ദാക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ആഘോഷം തുടങ്ങിയെങ്കിലും ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. തന്നെ പുറത്താക്കാൻ ശ്രമിച്ചവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് ശ്രീനാദേവി കരുതി വെച്ചിരുന്നത്. അമ്മാവന്റെ 3 ആൺമക്കൾ എതിരായപ്പോൾ അമ്മാവന്റെ ഏക മകൾ ശ്രീപാർവതി ശ്രീനാദേവിക്കൊപ്പം ഉറച്ചു നിന്നു. തന്റെ പിതൃസ്വത്തിൽ തനിക്കുള്ള ഓഹരിയുടെ പകുതി അവർ ശ്രീനാദേവിയുടെ പേരിൽ എഴുതി നൽകി. അതോടെ ആ വീടിന്റെ നിയമപരമായ ഉടമസ്ഥരിൽ ഒരാളായി ശ്രീനാദേവി മാറി. തന്നെ അയോഗ്യയാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ ആ വീട്ടിൽ ഉടമസ്ഥാവകാശത്തോടെ തന്നെ തുടരാമെന്ന് അവർ തെളിയിച്ചു. ചാനൽ ചർച്ചകളിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന ശ്രീനാദേവിയുടെ തന്റേടം ഇതിനോടകം തന്നെ വൈറലാണ്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവർക്ക് അവർ നൽകുന്ന മാസ് മറുപടികൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. തന്നെ വേട്ടയാടാൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ ഒതുക്കാൻ നോക്കിയ രാഷ്ട്രീയ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ മലർത്തി അടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടുമാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ സജീവമായി രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും നിൽക്കുന്നു. എനിക്ക് കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടുത്തെ നേതാക്കൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ എന്നെ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പള്ളിക്കൽ വന്നതിന് ശേഷം ഒരു പബ്ലിക് സ്പേസിലേക്ക് പലയിടത്തും സംസാരിക്കുന്ന സമയം വരുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ ചില പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കും. കൂടുതലും കോട്ടയം എല്ലാ ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വിളിക്കുമ്പോൾ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും പലയിടത്തും പ്രസംഗിക്കുവാനും പരിപാടികൾ പങ്കെടുക്കുവാനും പ്രഭാഷക എന്നുള്ള നിലയിലും 2014-15 ആ സമയം മുതൽ ഞാൻ കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ വിളിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ പോകാറുണ്ട്. അതല്ലാതെ കൊല്ലവുമായിട്ട് എനിക്ക് സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു ബന്ധമോ ഒരു അംഗത്വം പോലും അവകാശപ്പെടാനില്ല. കാരണം കൊല്ലം ജില്ലയിലെ ഒരു സംഘടന, ഏറ്റവും കുറഞ്ഞതൊരു സാംസ്കാരിക സംഘടനയുടെ പോലും ഭാഗമായി ഞാൻ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുന്നിടത്തേക്ക് സംസാരിക്കാൻ പോകുന്നു, പ്രഭാഷണത്തിന് പോകുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും എനിക്ക് കൊല്ലം ജില്ലയുമായിട്ടോ തിരുവനന്തപുരമായിട്ടോ ആലപ്പുഴയുമായിട്ടോ കോട്ടയുമായിട്ടോ മറ്റൊരു ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. എൻ്റെ സംഘടനാ പ്രവർത്തനം പത്തനംതിട്ട ജില്ലയിലാണ്. എൻ്റെ സ്ഥിരതാമസം കഴിഞ്ഞ കാലങ്ങളിൽ മൊത്തം പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ പഠിച്ചത് പൂർണ്ണമായിട്ട് പത്തനംതിട്ട ജില്ലയിലാണ്. എല്ലാ തരത്തിലും ഞാൻ പത്തനംതിട്ട ജില്ലയിലായിരുന്നു. മോറോവർ എൻ്റെ അമ്മുമ്മ ഇവരുടെ ഈ പറയുന്ന പരാതിക്കാരായിട്ട് ഇന്നലെ വന്നവരുടെ അമ്മുമ്മയും എൻ്റെ അമ്മുമ്മയും സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഈ 2 പേരും താമസിച്ചിരുന്നത് എൻ്റെ ഇന്നലെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ശ്യാംജിത്ത് എന്ന് പറയുന്നവർ വാടകയ്ക്ക് കടമനാട് വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ അവർക്കൊപ്പമാണ് എൻ്റെ അമ്മയുടെ അമ്മയും അവരുടെ അച്ഛൻ്റെ അമ്മയും താമസിച്ചിരുന്നത്. കാരണം അവർ തമ്മിൽ അത്രയും അടുത്ത സിസ്റ്റേഴ്സാണ്. അവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ച് വളർന്നു വന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ള സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അവിടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെല്ലുന്നു. ഞാൻ അവിടെ താമസിക്കുന്നു. എൻ്റെ ജീവിതം അവിടെയാണ്. 4ാം ക്ലാസ് വരെ ഞാനും പാർവതിയും, ഒരു വയസ്സിന് ഇളയതാണ് പാർവതി എന്നെക്കാളും 1.5 വയസ്സിന്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു സ്കൂളിൽ തന്നെയാണ് കുറേ കാലം പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾ കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പറേഷനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പറേഷൻ നടത്തുന്നു, പഠിക്കുന്നു. അതിനുശേഷം അമ്മാവന് അൾഷിമേഴ്സിൻ്റെ ഒരു രോഗാവസ്ഥ അധികമായി കഠിനമാവുന്ന സാഹചര്യമായപ്പോൾ ഞങ്ങൾ 2 പേരും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അമ്മാവനെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടില്ല ഈ 3 മക്കളെയും. 3 മക്കളുണ്ട്. ഒരു സമയത്ത് അമ്മാവി എന്ന് പറയുന്നത് വളരെ ജെന്റിലായിരുന്നു. വളരെ ഇമോഷണലായിട്ട് മക്കളെ നന്നാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ അമ്മാവി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കം വന്നപ്പോൾ അമ്മാവി വളരെ ബോൾഡായി മാറി. ഇതിനി തിരിയില്ല എന്ന് കാണുന്ന ഒരു സാഹചര്യം, നന്നാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ അമ്മാവി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കുടുംബ പ്രശ്നങ്ങളിലേക്കോ ഇവരാരാണോ എന്നോ ഇവരുടെ ഐഡന്റിറ്റി എന്താണോ എന്നോ അവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളോ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട ആവശ്യം നിലവിലില്ല. ഞാൻ അങ്ങനെ ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പകരം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട എന്നെ കൊല്ലം ജില്ലക്കാരിയാക്കാൻ ശ്രമിക്കുന്ന CPIയുടെ ജില്ലാ നേതൃത്വത്തോട് എനിക്ക് അപമാനം മാത്രമേ ഉള്ളൂ. 2018-19 കാലയളവിലാണ് എൻ്റെ അമ്മുമ്മ രോഗാതുരതയാവുന്നതും മരണപ്പെടുന്നതും. അപ്പോൾ ആ സാഹചര്യത്തിൽ
പത്തനംതിട്ട ജില്ലയിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അന്നത്തെ വനിതകലാസാഹിതി, യുവകലാസാഹിതി ഉൾപ്പെടെയുള്ള സംഘടനാ നേതൃത്വം, അടൂർ മണ്ഡലം സെക്രട്ടറി, യുവജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെ ആ വീട് നിൽക്കുന്നത് ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രദേശത്താണ്. അവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ചില നേതാക്കന്മാർ പങ്കെടുത്തു, ചിലർ പരിചയമുള്ളവർ, അടുപ്പമുള്ളവർ നേതാക്കന്മാർ വന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്കോ എൻ്റെ വീട്ടിലുള്ളവർക്കോ അവിടേക്കായിട്ട് രാഷ്ട്രീയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നവരോട് ഇതാണ്, 2018-19 കാലയളവിൽ അന്ന് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും പത്തനംതിട്ട ജില്ലയിലെ നേതൃത്വമാണ് വന്നിട്ടുള്ളത്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയുമായിട്ട് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബന്ധവും അവകാശപ്പെടാനില്ല. കാരണം ഞാൻ പൂർണ്ണമായും താമസിക്കുന്നതും പഠിക്കുന്നതും ഇടപെടുന്നതും ജീവിക്കുന്നതും എൻ്റെ വീടും പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഓൾമോസ്റ്റ് 5.5 ഇയേഴ്സ്, കറക്റ്റ് ഇലക്ഷൻ ഒരു 2-3 മാസം മുൻപാണ്. ഇലക്ഷന് ഒരു 3 മാസം മുൻപായിരിക്കും. ഇലക്ഷൻ അടുപ്പിച്ച് തന്നെയാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തതും. ആ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ അവിടുത്തെ CPIയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരതാമസമുള്ള വീട്ടിലേക്കാണ് മാറ്റിയത്. എനിക്ക് വേണമെങ്കിൽ ഒരു വാടക വീട് എടുത്ത് മാറ്റിക്കൂടെ? എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേണമെങ്കിൽ എനിക്കൊരു വാടക വീട് വാങ്ങിക്കാം. ഇനി അതൊക്കെ ഉപരിയായിട്ടൊരു ചോദ്യം, ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു വീടും അഡ്രസ്സും ഉണ്ടാക്കാമായിരുന്നില്ലേ? ഇത്രയും കുടുംബ പ്രശ്നമുള്ള വീടാണ്, എനിക്ക് അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ താമസിച്ചിട്ടുള്ള എൻ്റെ വീടാണത്. അപ്പോൾ ആ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വർക്കിനെ കുറിച്ചോ, അവിടെ സാധനം വാങ്ങിക്കുന്നതിനെ കുറിച്ചോ, ആ വീട്ടു ചെലവിനെ കുറിച്ചോ, അവിടെയുള്ള ഒരു ഓണം ഒരുക്കുന്നതിനെ കുറിച്ചോ ഒന്നും അറിയാത്ത 3 പേരാണ് ഇപ്പോൾ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളത്. 2 പേരാണ് അവിടെ നിന്ന് എനിക്കെതിരെ സംസാരിച്ചത്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതിന് സഹതാപം മാത്രം. പേര് വെട്ടിയതിന്റെ ഉത്തരവ് വന്നതിന്റെ പുറകിലാണ് ഈ സ്ഥലം എഴുതിയെടുത്തിരിക്കുന്നത്. അത് രേഖകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഉത്തരവ് ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ട ജില്ലയിലെ അടൂർ TSO ഇങ്ങനെ ഒരു നടപടി, ഞാൻ അവിടെ രസകരമായിരുന്നു, അവിടെ എന്നെ ഹിയറിങ്ങിന് വിളിച്ച ദിവസം ജനുവരി 29 എൻ്റെ ഓർമ്മ. ഞാൻ അവിടേക്ക് ചെന്ന് ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ എന്നോട് TSO പറയുന്ന മറുപടി, മാഡം ഞങ്ങൾ ആ കാർഡ് അങ്ങ് റദ്ദ് ചെയ്യും കേട്ടോ. ഞാൻ ഇരിക്കാൻ ഒരുങ്ങി ഞാൻ എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങാം, ഇവിടെ ഹിയറിംഗ് വേണ്ട, ഇവിടെ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, കാർഡ് റദ്ദ് ചെയ്യും. എന്നിരുന്നാലും എൻ്റെ മാന്യത കൊണ്ടും എനിക്ക് ആ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ പങ്കെടുക്കേണ്ടത് അത് ശരിയായ രീതി അതാണ് എന്നുള്ളതുകൊണ്ടും ഞാനിരുന്നു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കൂടെ ഈ പറയുന്ന ശ്രീപാർവതി S. പിള്ള എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം സഹോദരി, അത് നാട്ടിലില്ല, അസാമിലാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്താണ് എൻ്റെ ഈ TSOയുടെ ഹിയറിങ്ങിന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീപാർവതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ആ വാർഡിലെ മെമ്പർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ശ്രീപാർവതിയുടെ മൊഴിക്ക് വിലയില്ല, എൻ്റെ മൊഴിക്ക് വിലയില്ല, സത്യസന്ധമായിട്ടുള്ള സാഹചര്യത്തിന് വിലയില്ല, അയൽക്കാരുടെ സത്യസന്ധമായിട്ട് മൊഴി കൊടുത്ത അയൽക്കാർക്ക് വിലയില്ല, ആ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ വാർഡിലെ മെമ്പർ കൊടുത്ത മൊഴിക്ക് വിലയില്ല. പകരം CPIയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടൂരിലെ TSOയ്ക്ക് കൊടുത്ത രാഷ്ട്രീയ നിലപാടിനും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും മാത്രമേ വിലയുള്ളൂ എന്നുള്ള തീരുമാനത്തിന് നമുക്ക് TSO ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ 60 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള ലീഗൽ പ്രൊസീഡിംഗ്സ് ഉറപ്പായിട്ടും ഒരു ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ തൊഴിലാളികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ, എന്ത് തരത്തിലും മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ രാഷ്ട്രീയ പകപോക്കലിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർക്കെങ്കിലും അതിൻ്റെ ശിക്ഷാ നടപടി ശരിയായി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കൃത്യമായ സന്ദേശം പുറത്തേക്ക് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടൂർ TSOയ്ക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് പോകാൻ. അതെ, ഇലക്ഷൻ ID കാർഡ് ഇവിടെ തന്നെയാണ്, റേഷൻ കാർഡ് ഇവിടെ തന്നെയാണ്, ഞാൻ താമസിച്ചു വന്നത് ഇവിടെ തന്നെയാണ്, സ്ഥിരമായി താമസിക്കുന്ന ഇവിടെ തന്നെയാണ്. ജനുവരി 21 ഞാൻ ഈ പറയുന്ന ശ്യാംജിത്ത് എന്നയാൾക്ക് അയച്ച മെസ്സേജ് വീണ്ടും കാണിക്കാം. ഞാൻ അയച്ച മെസ്സേജ് ഉണ്ട്, ജനുവരി 21 എന്ത് പറ്റി, അച്ചായൻ പറഞ്ഞു എന്തോ വഴക്ക് പറഞ്ഞു എന്നോ, വാട്ട് ഹാപ്പൻഡ് എന്ന് ഞാൻ അയച്ച മെസ്സേജാണിത്. ഇത് ഈ മെസ്സേജ് അയക്കാൻ കാരണം ആ വീട്ടിൽ കൊടുത്തിരുന്ന നെയ്ബറായിട്ടുള്ളൊരു വീട്ടിൽ കൊടുത്തിരുന്ന താക്കോല് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും 21 വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ വീടിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് പൂട്ട് അതേപടി ഇളക്കി മാറ്റി പുതിയ ഒരു ലോക്കും കീയും ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊന്നും തന്നെ ഞാൻ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചത്, ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവർക്ക് സഹോദരി എന്നുള്ള കൺസിഡറേഷൻ ഇല്ലായെങ്കിലും പാർവതി എൻ്റെ സ്വന്തം സിസ്റ്ററാണ്, എനിക്ക് എൻ്റെ അനിയത്തിയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള
ഡാമേജസ് ഒരുപാടാണ്. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്കൊപ്പം എന്താ പറയുക, അവൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലേക്ക് ലീഗലി മുന്നോട്ട് പോകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടാണ് എന്നും ഇവർ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതെന്നും വ്യക്തിപരമായി നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞപ്പോൾ അതുവരെയും ഇവർ ഇതൊരു പക്ഷേ ദേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടവുമാണെങ്കിൽ മാറ്റപ്പെടുമെന്ന് വിശ്വസിച്ചു. മാറില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശ്രീഭാരതി തന്നെ താക്കോൽ ആവശ്യപ്പെട്ടുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അപ്പോൾ ആ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്ന് ഒരു നമ്മുടെ അടൂർ വീട് പൂട്ടിയിട്ടിട്ട് താക്കോൽ ഇളക്കി മാറ്റിയിട്ട് എനിക്ക് അകത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ 21-ാം തീയതി വീടിൻ്റെ പൂട്ട് മാറ്റുന്നു. അകത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 22-ാം തീയതി TSO വരികയാണെന്ന് ഇവിടെ ഫീൽഡ് വിസിറ്റിന്. TSO വരുമ്പോൾ എന്നെ അറിയിക്കുന്നില്ല, പരാതി കിട്ടി തന്നെ അറിയിക്കുന്നില്ല, അവിടെ വരുന്നത് തന്നെ അറിയിക്കുന്നില്ല. എന്നിട്ട് അവരങ്ങ് റിപ്പോർട്ട് എഴുതി ഞാൻ വീട്ടിൽ താമസമില്ല. അപ്പോൾ ഇത് വെൽ പ്ലാൻഡ് അല്ലേ? ഇളക്കി മാറ്റുന്നു, പിറ്റേ ദിവസം TSO വരുന്നു, TSOയുടെ റിപ്പോർട്ട് പോകുന്നു. അപ്പോൾ ഞാൻ സ്ഥലത്തില്ല, ഫീൽഡ് വെരിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല, സ്വാഭാവികമാണ്. അപ്പോൾ ജനുവരി 20-ാം തീയതി വരെ ആ വീടുമായിട്ട് എല്ലാ ആക്സസുമുള്ള ആ വീട്ടിൽ ക്ലീനിങ്ങിന് ആളെ നിർത്തിയിട്ടുള്ള ആ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ആ വീട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്ഥിരതാമസത്തിന് എൻ്റെ ബിലോങ്ങിങ്സും വീടിനകത്തുള്ള എൻ്റെ വീട് അവർ കൈക്കലാക്കി. അവരുടെ കൂടി വീടാണ്, അങ്ങനെ തന്നെ പറയണം, അവരുടെ വീടാണ്, അവരുടെ കൂടി വീടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ കയറാനൊക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഇതേ നോക്കൂ ഇവരിവിടെ താമസമില്ല, അതുകൊണ്ട് റിപ്പോർട്ട് അങ്ങനെ പോകട്ടെ എന്ന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അനുസരിച്ച് പെരുമാറുമ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ച് ഉണ്ട്. ഈ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. അതനുസരിച്ച് വില്ലേജ് ഓഫീസറുടെ അടുത്ത് 8 ദിവസമായിട്ട് ഞാൻ ഈ വിഷയമായിട്ട് പോക്കുവരവിന് നടക്കുകയാണ്. ഇത് കരമടക്കി തരില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിത് വെച്ച് ലോൺ എടുക്കാനില്ല. ഗവൺമെന്റിന് കരം വേണം എന്ന് തോന്നുന്ന സമയത്ത് എനിക്കിത് കരം എടുക്കാൻ മതി. എനിക്കിതുകൊണ്ട് ഈ ഡോക്യുമെന്റ് വാലിഡാണ്, ഇത് ലീഗലി കൺസൾട്ട് ചെയ്താണ്, ഇത് സബ് രജിസ്ട്രാർ ഒരു ബുദ്ധിയില്ലാത്തവരല്ല അവിടെ ഇരിക്കുന്നത്. ഈ TSOയെ പോലെയോ മറ്റുള്ളവരെ പോലെയോ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതുകൊണ്ട് എന്തും ചെയ്തു കൊടുക്കുന്നവരല്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിയമപരമായി സാധുതയുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എൻ്റെ കയ്യിൽ കരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കരം വാങ്ങിച്ചാൽ മതി. അതുവരെ റവന്യൂ ഉപകരണ പോട്ടെ. ഒരിക്കലുമില്ല. ഞാനതിൻ്റെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിയമപരമായിട്ട് ഇപ്പോൾ ഞാൻ ആ വീടിൻ്റെയും പുരയിടത്തിൻ്റെയും ലീഗൽ ഓണറാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പരാതിയും കേസും എന്താണെന്നുള്ള മെറ്റീരിയൽ സത്യത്തിൽ എന്തെങ്കിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലെന്താണ് അവരുടെ ആരോപണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു ഊഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അവരുടെ ആരോപണം. കാരണം അവർ എൻ്റെ ഇലക്ഷൻ സമയത്ത് ഞാൻ രാജിവെച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ വിധ പരാതികളുമായിട്ട് അന്നൊരു ചാർലി എന്ന് പറയുന്ന ഏർത്ത് പഞ്ചായത്തിലെ CPIയുടെ ഒരു ഹരിതകർമ്മസേനയുടെ വണ്ടി ഓടിക്കുന്ന ഒരാളെ കൊണ്ട് ആണ് പരാതി കൊടുപ്പിച്ചത്. അതിനുശേഷം അതേ വാർഡിൽ തന്നെ ഒരു CPI കാരനായിട്ടുള്ള ഒരു വിഷ്ണു എന്ന് പറയുന്ന പരാതിക്കാരനായി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവരെല്ലാം തന്നെ CPIയുടെ ബിനാമികളാണ്. ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും CPIയുടെ ബിനാമികൾ.